ശ്രീ ഇ.സി. മുഹമ്മദ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 8 നാൾ മാത്രമാണ് അവശേഷിക്കുന്നത്. LDF ക്യാമ്പുകൾ എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ്? വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നുണ്ടല്ലോ. അതുമാത്രമല്ല, നമുക്കറിയാം നയങ്ങളിൽ നിലപാടുകളിലൊക്കെ വ്യത്യാസപ്പെടുത്തുന്നു. ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട്, BJPക്കെതിരായി വോട്ട് ചെയ്യുന്നവരെ തങ്ങൾ കൂടെ ചേർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷ പ്രീണനം നടത്തുന്ന ഒരു നിലപാട്, ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ LDF ക്യാമ്പുകൾ എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ? ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ UDFും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിനെ ഏറെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് മാത്രമല്ല, മുഴുവൻ വിഷയങ്ങളിലും എല്ലാ മന്ത്രിമാർക്കും അവരുടെ വകുപ്പുകളിൽ ഒരു അഴിമതി പോലും നടന്നിട്ടില്ല എന്ന് സമ്മതിക്കുന്ന തരത്തിലേക്ക് കേരള സമൂഹം മാറുകയും പ്രതിപക്ഷ നേതാവിനടക്കം ഒരു മന്ത്രിമാർക്ക് പോലും എതിരെ ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാനില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം കഴിഞ്ഞു പോയിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് വികസനത്തെ മറച്ചു വെച്ചുകൊണ്ട് വർഗീയത ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് തന്നെ കടന്നു വന്നിട്ടുള്ളത്. വർഗീയ കക്ഷികളുമായി കൂട്ടുകൂടില്ല എന്നത് ഇടതുപക്ഷത്തിൻ്റെ പ്രഖ്യാപിത നയമാണ്. ആ പ്രഖ്യാപിത നയത്തെ അട്ടിമറിക്കുന്ന രീതിയിൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലുമൊക്കെ ഇടതുപക്ഷമല്ല UDF ആണ് ഇവരെ കൂട്ടുപിടിച്ചത് എന്ന് നമുക്കറിയാം. ജമാഅത്തെ ഇസ്ലാമിയെ, പച്ച വർഗീയത കുത്തിവെക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെയും അതുപോലെ തന്നെ അവരുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിയെയും അവരുടെ കൂടെ കൂടി SDPയെയും ഒക്കെ കൂടെ കൂട്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ സഖ്യകക്ഷിയായി മത്സരിച്ചിട്ടുള്ളത് UDF ആണ്. ആ സ്ഥാനത്താണ് ഇപ്പോൾ ഇവിടെ SDPI ഞങ്ങൾ ഇടതുപക്ഷത്തെ സഹായിക്കും എന്ന് പറഞ്ഞ് അവർ പ്രഖ്യാപനം ഇറക്കി മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ അതിൻ്റെ പേരിൽ ഇടതുപക്ഷം കൂട്ടുകൂടി എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരെ ശക്തമായി രംഗത്ത് വരാൻ ഒരുങ്ങുന്നത്. എല്ലാ മുദ്രാവാക്യങ്ങളും അവസാനിച്ച സ്ഥിതിയിൽ ഇനി വർഗീയതയുമായി കൂട്ടുകൂടുന്നു എന്ന തിരിച്ചൊരു ഏറാണ് പ്രതിപക്ഷ നേതാവും കൂട്ടരും നടത്തുന്നത്. എല്ലാ മേഖലകളിലും കേരളം ഒന്നാമതായി കുതിക്കുമ്പോൾ കേരളത്തിൻ്റെ വികസനം, ഇന്നലെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെ പറഞ്ഞല്ലോ, റോഡ് വികസന രംഗത്ത് ഏറ്റവും കൂടുതൽ ഹൈവേ വികസന രംഗത്ത് കേരളം മുന്നോട്ട് പോയി എന്ന്. അതുപോലെ തന്നെ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയ വീട് ചൂരൽമലയിൽ അവരുടെ ആശ്രിതർക്ക് നൽകുന്ന വീടുകളിൽ അവിടെ നിയമപ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ സർക്കാർ ഇടപെട്ടുകൊണ്ടാണ് ആ സ്ഥലം വീടിന് നിർമ്മാണ യോഗ്യമാക്കാനുള്ള എല്ലാ സഹായവും ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ കേരളത്തിലെ എല്ലാ മേഖലയും കൈപ്പിടിച്ചുയർത്തുന്നതിന്, എല്ലാവിധ വികസനവും നമ്മുടെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിജ്ഞാബദ്ധമായി പോകുന്ന സന്ദർഭത്തിൽ തന്നെ വർഗീയ കക്ഷികളുമായും അവരോട് സമരസപ്പെടുന്ന ആളുകളുമായും ഒക്കെ തന്നെ വളരെ വിദൂരമായ ഒരു അകൽച്ച പാലിച്ച് മുന്നോട്ട് പോയിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരു അവസരം കൂടി അധികാരത്തിലേക്ക് കടന്നു വരും എന്ന് വന്ന സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലത്തിൽ തന്നെ SDPI അടക്കമുള്ള ആളുകൾ അവർക്കെതിരായി വോട്ട് ചെയ്യാൻ, വികസനത്തിൻ്റെ പേരിൽ അവർക്കെതിരായി വോട്ട് ചെയ്യാൻ, വർഗീയതയുടെ പേരിൽ പ്രതിപക്ഷ നേതാവിൻ്റെ വ്യക്തിപരമായ വർഗീയ നയങ്ങൾക്കെതിരെ വോട്ട് ചെയ്യും എന്ന തരത്തിലൊക്കെ അവർ വന്നപ്പോൾ SDPIയെ ഇടതുപക്ഷവുമായി കൂട്ടിക്കെട്ടുവാനുള്ള പ്രതിപക്ഷ നേതാവിൻ്റെയും UDFിൻ്റെയും ശ്രമം വിലപ്പോയില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശ്രീ ഇ.സി. മുഹമ്മദ്, അത് വെറും ആരോപണം മാത്രം എന്നാണോ താങ്കൾ പറയുന്നത്? അല്ലാതെ SDP-യുമായി യാതൊരു ബാന്ധവുമില്ല എന്ന് പറയുകയാണോ ഇവിടെ? കാരണം പല തെളിവുകളുമുണ്ട്. നമുക്കറിയാം, നിലവിൽ SDP-യുടെ തന്നെ സംസ്ഥാന പ്രസിഡന്റാണ് വ്യക്തമാക്കിയത് വി ശിവൻകുട്ടി പിന്തുണ തേടി എന്നുള്ളതടക്കം. അത് ഇതുവരെ നിരാകരിച്ചിട്ടില്ല. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി MA ബേബി എന്നിവരടക്കമുള്ള, CPI സെക്രട്ടറിയായ ബിനോയ് വിശ്വം പോലും പറയുകയുണ്ടായി, BJPയെ എതിർക്കുന്നതിന് വേണ്ടി ആരാണോ തങ്ങളോടൊപ്പം നിൽക്കുന്നത് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന നയത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുചെന്നെത്തിക്കും കാര്യങ്ങൾ എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അത് SDP-യെ സ്വീകരിക്കുന്ന നിലപാടിലേക്ക് എത്തി എന്നുള്ളതാണ്. SDP-I CPM ബാന്ധവം എന്ന് പറയുന്നത് ഒരു ആരോപണം മാത്രമാണ് എന്ന് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നിരാകരിക്കുക എന്നുള്ളത് കൂടി ഒരു ധാർമ്മികതയല്ലേ? നോക്കൂ, ഈ ആരോപണങ്ങൾ എടുത്തിട്ടത് തന്നെ എന്തിനാണ്? കേരളം കഴിഞ്ഞ 10 വർഷം കാലം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളെ മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ്. ഒരു വർഗീയത എന്നുള്ള ആരോപണത്തിൻ്റെ പേരിൽ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഈ വികസന പ്രക്രിയയെ മുഴുവനും
അട്ടിമറിക്കുന്ന തരത്തിലുള്ള പ്രചാരവേലകളുമായി ഈ അവസാന സമയത്ത് കടന്നു വന്നിട്ടുള്ളത്. ഈ അവസാന സമയത്ത് ഏതെങ്കിലും കക്ഷികൾ ഇടതുപക്ഷത്തെ പിന്തുണക്കുന്ന ഈ നേട്ടങ്ങൾ, ഈ കേരള സമൂഹത്തിൻ്റെ ഈ LDF സർക്കാരിൻ്റെ നേട്ടങ്ങളെ പിന്തുണക്കാൻ ഏതെങ്കിലും ഒരു കക്ഷി സ്വമേധയാ തയ്യാറായാൽ അത് ഒരു അവസരത്തിൽ ഞങ്ങൾ നിങ്ങളുടെ വോട്ടുകൾ വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതിന് പകരം ഈ അവസാന സമയത്ത് ശരി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങളുടെ നയങ്ങൾ വിശദീകരിച്ചുകൊണ്ട്, വികസന നയങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് മറ്റൊരു തരത്തിലേക്കുള്ള സംവിധാനങ്ങളും ആലോചിക്കേണ്ട എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നത്. ശരി.